മരണം തുടല് പൊട്ടിച്ച് പുറത്തു ചാടിയ ഒരു പ്രദേശമാണ് ഈ പശ്ചിമേഷ്യയിലെ ഗസ എന്ന് പറയുന്നത്. ഇസ്രയേൽ ഹമാസ് യുദ്ധം നിങ്ങൾക്കറിയാം. ഈ യുദ്ധത്തിനിടെ വെടിയുണ്ടകൾ ചീറിപ്പായുന്നതിനിടയിൽ അതൊക്കെ അതിജീവിച്ച ഒരു ഡോക്ടർ അവിടെ സേവനം നടത്തി. നമുക്കെല്ലാം അഭിമാനമായ ഡോക്ടർ എസ് സന്തോഷ് കുമാറാണ് അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ടായി വിരമിച്ചെങ്കിലും ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസി മെഡിക്കൽ ടീമിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ സന്തോഷ് കുമാർ ഗസയിൽ സേവനമനുഷ്ഠിച്ചു. ഒരുപാട് സമയത്ത് അദ്ദേഹത്തെ നമ്മളുൾപ്പെടെ പല വാർത്താ ചാനലുകളും റിപ്പോർട്ടറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടി വന്ന ഗസയിൽ ഈ പ്രത്യേകിച്ചും നാസർ ആശുപത്രിയിൽ അദ്ദേഹം പ്രവർത്തിച്ച കാലത്തെക്കുറിച്ച് ഓർമ്മിക്കാനും മറ്റ് ചില, അതായത് ഗസയിൽ വെടിനിർത്തലുണ്ടായി എന്ന് കുട്ടിക്കൊഴിച്ചതിന് ശേഷം ഗസയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുവാനും വേണ്ടി ഡോക്ടർ സന്തോഷ് കുമാർ നമുക്കൊപ്പം ഈ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ശരിക്കും ഈ ഡോക്ടർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തോന്നുന്നില്ല എന്ന് എനിക്കറിയാം. ഗസയിൽ ഇനി എന്നാ മടങ്ങിപ്പോവുക? ആക്ച്വലി ഇപ്പോൾ ഗസയാണോ സുഡാനാണോ എന്നുള്ള ഒരു സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം സുഡാനിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ച എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി. അവിടെ ഏകദേശം 60,000 പേരാണ് ആ ഇപ്പോഴത്തെ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് സുഡാനിൽ ഡഫൂറിൽ മരിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു 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 ഇൻസിഡൻറ്റിൽ ഒരു ആശുപത്രിക്കകത്ത് കയറിയിട്ട് 450-നും 500-നും ഇടയ്ക്ക് ഗർഭിണികളെയും കുട്ടികളെയും ഒരുമിച്ച് അവർ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആക്ച്വലി ആക്സസ് ഒന്നുമില്ല. അങ്ങോട്ട് പോകാനോ അവിടുത്തെ വിവരങ്ങൾ കിട്ടാനോ ഒരു വിവരവുമില്ല. ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജ് വെച്ച് മാത്രമാണ് വാസ്തവത്തിൽ ഇപ്പോൾ അങ്ങനെ ഈ അവിടുത്തെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കിയാൽ പോലും ഏകദേശം ഗസയിൽ ഇപ്പോൾ 69,000 പേരാണ് മരിച്ചതെങ്കിൽ അവിടെ ഒരൊറ്റ ആഴ്ച കൊണ്ട് 60,000 പേര് മരിച്ച. ഡോക്ടറെ, യഥാർത്ഥത്തിൽ ഇപ്പം അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഇടപെട്ട് ഹമാസും ഇവരെല്ലാവരും ഇരുന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന് കുട്ടിഘോഷിക്കുന്ന വെടിനിർത്തലുണ്ടായതിനു ശേഷവും ഇസ്രയേലി സൈന്യം അവിടെ വെടിവയ്പ് നടത്തുന്നു, പല ആൾക്കാരും കൊല്ലപ്പെടുന്നു. മാത്രമല്ല ഹമാസിനും ഒരുപക്ഷെ ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ശരിക്കും ഡോക്ടർ അവിടെ ഇത്രയും കാലം ജോലി ചെയ്ത ആളാണല്ലോ. ഗസയിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത് ശരിക്കും? ഗസയിൽ വാസ്തവത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടി വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഗസ സിറ്റി ആണ് വാസ്തവത്തിൽ ഞാൻ തിരിച്ചു വരാൻ നേരത്ത് വരുമ്പോൾ ഏകദേശം സിറ്റി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞു. ഡിമോളിഷ് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കെട്ടിടവും ബാക്കിയില്ല. ഈ പറയുന്ന ഈ തരിശ് നിലമാക്കുകയാണ്. ഇടിച്ച് എല്ലാ കെട്ടിടങ്ങളും ഇടിച്ച് പൊളിച്ച് അവിടെ അൺഇൻഹാബിറ്റഡായിട്ട് ആർക്കും താമസിക്കാൻ പറ്റാത്ത നിലവാരത്തിലേക്ക് ആ സ്ഥലം അങ്ങ് മാറുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാവരും കൂടെ മൊത്തമായ രീതിയിൽ ഒരു 2.21 ലക്ഷം ആൾക്കാർ, 2.1 മില്യൺ ആൾക്കാർ ഈ പറയുന്ന അൽ മമാസി മുതൽ ഡേർ അൽബല വരെയുള്ള ഒരു 20 കിലോമീറ്റർ നീളവും ഏറിയൊരു 5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ ലാൻഡ് സ്ട്രിപ്പിലേക്ക് അങ്ങ് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് ഈ ടെൻറ്റുകൾ മാത്രമാണുള്ളത്. നല്ലൊരു കെട്ടിടം പോലുമില്ല. അപ്പോൾ ഈ ടെൻറ്റുകൾക്കകത്താണ് ഇവരെല്ലാവരും കഴിയുന്നത് തന്നെ. ഇടയിൽ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഇസ്രയേലിൻ്റെ തീരുമാനമാണോ ഇങ്ങനെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ മണ്ണിനെ നശിപ്പിച്ച് കളയുന്നത്? ഒരു ഊഷര ഭൂമിയാണെങ്കിൽ പിന്നെ അവിടെ ജനവാസം ഉണ്ടാകില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ പാലസ്തീൻ എന്നേക്കുമായി ഒരടഞ്ഞ അധ്യായമാകുമല്ലോ. തീർച്ചയായിട്ടും എനിക്ക് അവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു അങ്ങനെയാണ്. കാരണം ഇതുവരെ നേരത്തെ റഫ എന്ന ഭാഗം ഇതുപോലെ സംഭവിച്ചാണ്. റഫ പറഞ്ഞാൽ ഈജിപ്തിന് അടുത്തുള്ള ഭാഗമാണ്. അവിടെ ഇതുപോലെ ഇടിച്ച് നിരത്തിയിട്ട് അവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല. ഖാൻ യൂനിസ് എന്ന് പറഞ്ഞ പടിഞ്ഞാറ് ഭാഗമുണ്ട്. അതും ഇതുപോലെ തന്നെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് ആർക്കും താമസിക്കുക. ഇപ്പോൾ വടക്കൻ ഭാഗമായിട്ടുള്ള ഗസയിലും ഇപ്പോൾ ചെറിയൊരു സ്ഥലത്തേക്ക് ആളുകളങ്ങ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു ബോംബ് വീണ് കഴിഞ്ഞാൽ, ഒരു മിസൈൽ വന്ന് വീണ് കഴിഞ്ഞാൽ 100 പേരെങ്കിലും മിനിമം മരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ മിസൈൽ വന്ന് വീണാൽ പോലും 100 കണക്കിന് ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ സിവിലിയൻസ് ആണുള്ളത്. മുഴുവൻ ഈ പറഞ്ഞ സ്ത്രീകൾ ഒരു ടെൻറ്റിനകത്തൊക്കെ 20, 25, 30 ആൾക്കാരൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു 2 ടെൻറ്റ് അങ്ങ് പോയാൽ മാത്രം മതി, ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ പോയി. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ഡെമോളിഷൻ ഫേസ് അങ്ങ് അവസാനിച്ച് ആൾക്കാരെ എല്ലാം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന ഒരു നിലവാരത്തിൽ ഒരു 20 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങ് മാറ്റുകയും
അവിടെ ഈ നിരന്തരം ബോംബിടുകയും ഇപ്പോഴും ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. ഈ പറയുന്ന വെടിനിർത്തൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ അകത്തോട്ട് പോകുന്ന ട്രക്കുകളുടെ എണ്ണം ഒരിക്കലും കൂടിയില്ല. ഏറിയാൽ ഒരു ദിവസം 50 ട്രക്കാണ് അതിനകത്ത് വരുന്നത്. ഈ 21 ലക്ഷം ആൾക്കാർക്ക് ഈ 5 ഈ പറഞ്ഞ 20 ട്രക്കിലോ 30 ട്രക്കിലോ ഒക്കെ സാധനം എങ്ങനെയാണ് എത്തിക്കാൻ കഴിയുക? അപ്പോൾ ഈ പട്ടിണി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട്, അതൊരു വിഷ്യസ് സർക്കിളായിട്ട്, ഒരു സോഷ്യൽ പ്രോബ്ലമായിട്ട് അവർ തമ്മിലടിക്കുന്നു. ഈ പറയുന്ന ഭക്ഷണത്തിന് വേണ്ടി പിടിവലി നടത്തുന്നു, കുട്ടികൾ ഈ അതിന് പിറകെ നടക്കുന്നു, അമ്മമാരിപ്പോൾ ഈ പറഞ്ഞ ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ട സ്ത്രീകൾ ഇപ്പോൾ ഈ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിയുന്നു. ഈ പറയുന്ന സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നു, അവിടെയാണെങ്കിലും അതിഭയങ്കരമായ വെടിവയ്പ്പ്, അവിടെ മരിച്ചു വീഴുന്നു, അവിടെ നിന്ന് ആൾക്കാർ കൊണ്ട് ഈ പറഞ്ഞ നമ്മൾ ആശുപത്രി കൊണ്ടുവരുന്നു, ആശുപത്രിയിൽ ബോംബ്. ഇങ്ങനെയുള്ള മുഴുവൻ സംഭവങ്ങളും ഇപ്പോഴും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും ഗാസ. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ വെടി നിർത്തൽ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വ്യത്യാസമൊന്നും അവിടുത്തെ ജനജീവിതത്തിനകത്ത് ഉണ്ടായിട്ടില്ല. ഈ ചുറ്റുമുള്ള ബാക്കിയുള്ള സ്ഥലത്തേക്ക് ആളുകൾ പോകാത്തത് കൊണ്ട് ഈ മരിക്കുന്ന ആൾക്കാരോ ഈ പറയുന്ന പരിക്കേൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആശുപത്രികൾക്കകത്ത് ഒക്യുപ്പൻസി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് ഈ സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ അവിടെ ജോലി ചെയ്ത ദിവസങ്ങളെല്ലാം ചോരയുടെ മണമുള്ള ദിവസങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല മരണം കണ്ട് അറപ്പ് മാറുന്ന ഒരു ഡോക്ടറുടെ അവസ്ഥയാകും ഇത്രയും കാലം അവിടെ ഉണ്ടായത്. അപ്പോൾ ആ ദിനങ്ങളൊക്കെ ഡോക്ടർക്ക് നന്നായി ഉറക്കം കിട്ടിയിരുന്നു. എങ്ങനെയാണ് ഡോക്ടർക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നത്? കൺമുമ്പിൽ ആളുകൾ ഇത്രയധികം മരിച്ചുകൂടെ, ഒരു ജനോസൈഡ്, ഹ്യൂമൻ ജനോസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലായിരുന്നല്ലോ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ ഒരു മനുഷ്യ കൂട്ടക്കൊല നടന്ന ഈ മണ്ണിൽ, ഈ ഗാസ മുനമ്പിൽ നിന്ന സമയത്ത് തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഗസയിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ പറഞ്ഞ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയുള്ള ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പീക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ജനോസൈഡിൻ്റെ അങ്ങ് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ആശുപത്രിയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ ദിവസവും ഈ പറയുന്ന ഈ എമർജൻസി വിഭാഗത്തിൽ മാത്രം, അതായത് റെഡ് ഏരിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ സ്ഥലത്ത് മാത്രം 50 മുതൽ 100 രോഗികളാണ് ഒരു മണിക്കൂറിനകം വന്നുകൊണ്ടിരിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്നത് ഈ കുട്ടികളുടെ മരണങ്ങളാണ്. കുട്ടികൾ മിക്കവാറും എല്ലാ ദിവസവും നോക്കുമ്പോൾ കാലത്ത് ഈ പറയുന്ന ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്ന് മരിച്ച കുട്ടികളുടെ വലിയ ഈ പറഞ്ഞ കൂട്ടിയിട്ടിട്ട് ഈ വലിയ ഈ പറയുന്ന ഈ കഴുത വലിക്കുന്ന വണ്ടികളുണ്ട്. ഈ പറഞ്ഞ അവിടെ ഈ ഫ്യൂവൽ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് കഴുത വണ്ടികളും കുതിര വണ്ടികളുമാണ്. ഈ കഴുത വണ്ടികളുടെ പുറത്തോട്ട് ഈ പറഞ്ഞ മൃതദേഹങ്ങളെല്ലാം കൂട്ടിയിട്ട് കൊണ്ടുവരും. നമ്മൾ ആലോചിച്ച് നോക്കി എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. പിന്നെയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഈ കുട്ടികളെ നോക്കാനായിട്ട് ഈ ടെൻറ്റുകളിലൊന്നും കുട്ടികളെ നോക്കാനായിട്ടും ആരുമില്ല. ഈ പറഞ്ഞ അമ്മയും അച്ഛനും ഒക്കെ ഭക്ഷണം നോക്കിയിട്ടാണ് വാസ്തവത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെല്ലാം റോഡിലാണ്. അവർ കാണുന്ന വണ്ടിയിൽ, ഈ പറഞ്ഞ കഴുത വണ്ടിയിലോ കുതിര വണ്ടിയിലോ കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോകും. അവർ അവസാനിക്കുന്ന പിന്നെ ഒരു ട്രക്കിലേക്ക് കയറിയിട്ട് അവസാനം ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, വെടിവെപ്പ് നടക്കുന്ന ഈ പറയുന്ന വലിയ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ രാത്രിയൊക്കെ എത്തി നിൽക്കുമ്പോൾ അവിടെ ഈ പറയുന്ന വെടി ഈ പറഞ്ഞ ഈ ഒരു ദീപാവലി പോലെ ഭയങ്കര വെളിച്ചവും ഈ ചറമറായുള്ള വെടിയൊക്കെ കണ്ട് ഇവർ അന്താളിച്ച് ഈ കിടക്കുന്ന ആൾ പെട്ടെന്ന് ഈ കുട്ടി എഴിച്ചു നിന്നിങ്ങനെ നോക്കും. എഴിച്ചു നോക്കുമ്പോൾ ഒരു 50 ബുള്ളറ്റിന് ഈ കുട്ടിയുടെ പുറത്തുനിന്ന് കയറുന്നത്. തൽക്ഷണം അങ്ങ് മരിച്ചു വീഴുകയാണ്. ഈ കുട്ടികൾ അവിടെ എത്തുന്നത് ഈ പറഞ്ഞ ആരും അവരെ നോക്കാനുമില്ല, അവർ ഗൈഡ് ചെയ്യാനും ഇല്ല. അവരറിയാതെ അവർ ഈ പറയുന്ന ഇൻസ്റ്റിങ്ച്വലായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ഈ പറയുന്ന മരണത്തെ നേരിടേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ കൂട്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ ആ കാഴ്ച തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത, ഇവർ എന്ത് ചെയ്തിട്ടാണ് ഈ 50 ബുള്ളറ്റ് ഈ കുട്ടികളുടെ പുറത്തേക്ക് ഇട്ടതെന്ന് അവരുടെ വിരിമാറിലേക്ക് തുളച്ചു കയറ്റിയത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷേ ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യം സംഭവിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഡോക്ടർ ഗസയിൽ നിന്ന് നമ്മുടെ 24 വഴിയൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ പ്രേക്ഷകർക്കിടയിൽ തന്നെ ചേരിതിരിവ് ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, അതിനകത്ത് വർഗീയതയും ജാതിയും അതൊക്കെ വരും. പക്ഷേ മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ അതിനകത്ത് ഒരു ജാതിയുള്ളൂ, കൊലപാതകം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഹമാസ് ഇങ്ങനെ ഒരു ഓർക്കാപ്പുറത്തൊരു അറ്റാക്ക് ഇസ്രയേലിലേക്കിൻ്റെ ഉള്ളിലേക്ക് കയറി നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഗസയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എങ്ങനെയാണ്? ഇത് നമ്മൾ ഈ ആൾക്കാർ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച്
ചരിത്രം എവിടെ തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ചരിത്രം തുടങ്ങുന്നത് ഈ പറഞ്ഞ ഒക്ടോബർ 7 മുതലാണോ അതോ 1946 ഈ പറഞ്ഞ ഇസ്രയേൽ ഉണ്ടാക്കിയത് മുതലാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പേയും ചരിത്രമുണ്ട്. ഇവരെല്ലാവരും ഈ പറയുന്ന ഇസ്രയേലിലെ ഈ പറയുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു ഹോട്ട് പോട്ടാണ് വാസ്തവത്തിൽ ഈ പലസ്തീൻ. എല്ലാ മതങ്ങളും ഉണ്ടായ സ്ഥലമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ചരിത്രം തുടങ്ങേണ്ടത്? ചരിത്രം തുടങ്ങുന്നത് അവരവരുടെ കൺവീനിയൻസ് വെച്ചിട്ടുകൊണ്ട് അവരവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ച് ചരിത്രം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് പറയുന്നത് അതിന് മുമ്പുള്ള ഈ പറഞ്ഞ 60,000 പേര് ഇപ്പോഴും കിടപ്പുണ്ട് ഈ പറഞ്ഞ ഇസ്രയേലിൽ. ഈ പറയുന്ന അവിടെ ജയിലിൽ ഒരു വിചാരണയും ഇല്ലാതെ ഒരു കുറ്റപത്രവും സമർപ്പിക്കാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ പറഞ്ഞ ഓരോ വീട്ടിലും ആൾക്കാർ മിസ്ഡായി പോകുന്നുണ്ട്. ഇതൊക്കെ ആ ജനത എങ്ങനെ സഹിക്കും? അവിടുത്തെ അമ്മമാരെങ്ങനെ സഹിക്കും? അവിടുത്തെ അച്ഛന്മാരെങ്ങനെ സഹിക്കും? സ്വന്തം മക്കളും ഇല്ലെങ്കിൽ ഭർത്താവും ഒക്കെ ഒരു വർഷങ്ങളായിട്ട് കാണാതെ പോകുമ്പോൾ ആർക്കും ഒന്നും ഈ എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ വളരെ സ്വാഭാവികമായി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് എടുക്കരുത്. അപ്പോൾ അത് ഈ പറയുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് വേണ്ടത് എന്നനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ആ ഒരു ഈ ഒക്ടോബർ 7 ഒരു ഇൻസിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന ഈ കാര്യമായിരിക്കും നമ്മൾ മുന്നിൽ വരുന്നത്. പക്ഷെ അതിന് മുമ്പ് ഈ 60,000 പേര് കിടക്കുന്ന ഇസ്രയേലിൽ കിടക്കുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമാകും. അതിനു മുമ്പ് ഇസ്രയേൽ ഉണ്ടാക്കിയതിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിനെങ്കിലും വ്യത്യസ്തമാകും. ഹോളോകോസ്റ്റ് സമയത്ത് ഈ ജൂതന്മാരെ കൂട്ടമായി കൊല ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ അതും വ്യത്യസ്തമാകും. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഈ ചരിത്രം എടുത്ത് പരിശോധിച്ചു കൊണ്ടുള്ള നമ്മൾ ഈ പറയുന്ന ഈ വിഷയങ്ങളെ നമ്മൾ കീറിപ്പറിക്കരുത്. മറിച്ച് മനുഷ്യനുണ്ടാകുന്ന ഈ അതിഭയങ്കരമായിട്ടുള്ള ദുർഗതി, ആ പറയുന്ന കൂട്ടത്തോടെ മരിക്കുന്ന ആൾക്കാർ, ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന ഭരണകൂടങ്ങൾ, ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. നമുക്ക് ഈ പറയുന്ന ഈ ചർച്ചകളിലൂടെയും ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നും തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഈ മനുഷ്യരല്ലേ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നത്, ഇവർ നേരത്തെ ഒരുമിച്ച് താമസിച്ചിരുന്നവരല്ലേ. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവേണ്ടത്. യുദ്ധം കൊണ്ട് വാസ്തവത്തിൽ ഇത് ഇനിയിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും യുദ്ധം കൊണ്ട് ഒരു പരിഹാരവും ഈ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ വി പി ജെയിംസ് എന്തോ ഗസയെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഡോക്ടർ സന്തോഷ് കുമാർ, ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ മുഴുവൻ നമുക്ക് വരുന്ന ദൃശ്യങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കംപ്ലീറ്റ് ആ ഗസ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോൾ വലിയ ദയനീയമാണല്ലോ, 23 ലക്ഷം പേരുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ 10,000-ലേറെ മൃതശരീരങ്ങൾ കിടപ്പുണ്ട് മാസങ്ങളായി. അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൽ ഇപ്പം തന്നെ കിട്ടിയിരിക്കുന്ന മൃതശരീരങ്ങളുടെ കണക്ക് വെച്ച് ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 69,000 കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന വാർത്ത. സന്തോഷ് കുമാർ, ഇതേക്കുറിച്ച് എന്താണ്? താങ്കൾ അവിടെ നേരിട്ട് ശുശ്രൂഷിക്കാൻ പോയ ആളാണല്ലോ, ആശുപത്രിയിൽ ജോലി ചെയ്ത ആളാണ്, എന്താണ് പറയാനുള്ളത്? ഇത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് നേരത്തെ അനുഭവമുള്ളതാണ്. വാസ്തവത്തിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർ താരിഖ്, കക്ഷി എൻ്റെ കൂടെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കക്ഷിയുടെ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ചതമറ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കക്ഷി ഇങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ നിർത്തിയിട്ട് ഫോൺ എടുക്കുമ്പോൾ ഭാര്യ വിളിക്കുകയാണ്. ഭാര്യ പറയുകയാണ്, അവർ ഗസയിലാണ് താമസിക്കുന്നത്, ഗസയിലെ ഫ്ലാറ്റ് നമുക്ക് 1 മണിക്കൂറിനകം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രയേലുകാർ പറഞ്ഞിരിക്കുകയാണ് ഇറങ്ങണമെന്ന്, അത് ബോംബിടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ താരിഖ് പറയുന്നു പെട്ടെന്ന് ഇറങ്ങിക്കോ, അവർ ബോംബിട്ട് കളയും. അപ്പോൾ അടുത്ത ഫ്ലാറ്റിൽ ഈ പറയുന്ന ഈ താരിഖിൻ്റെ ബ്രദറും 2 ബ്രദേഴ്സും അവരുടെ അമ്മയും അച്ഛനും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങും, എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞ്. 5 മിനിറ്റ് കഴിയും മുമ്പ് വീണ്ടും ഫോൺ വരുന്നു, ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബ്രദറും 2 സഹോദരങ്ങളും അച്ഛനും അമ്മയും കുട്ടികളുമുള്ള കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു. അവിടെ ഇപ്പം ഈ തരിശ് നിലമായിരിക്കുകയാണ്. ഒരു കോൺക്രീറ്റ് കൂമ്പാരം മാത്രമാണ് അവശേഷിക്കുന്നത്. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഇതുപോലെയുള്ള 100 കണക്കിന് നമ്മളെ സുഹൃത്തുക്കളായാലും ഒക്കെ 100 കണക്കിന് ആൾക്കാർ ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഒരു ടെൻറ്റ്, നമ്മളെ നേഴ്സുമാർ താമസിച്ച ടെൻറ്റ് ഒരു ആശുപത്രിയിൽ ഒരു 50 മീറ്റർ അപ്പുറത്തേ ഉള്ളൂ. ഒരു മിസൈൽ ഒന്ന് വീണ് ഒന്നുമില്ല ബാക്കി. ഒന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ബോഡിയല്ല, ഈ ഒരു ഗർത്തം മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി ഒരു കയ്യോ കാലോ അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല.
അപ്പോൾ അവർ ഇങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഈ പറഞ്ഞ അവിടെ എല്ലാ കെട്ടിടങ്ങളും ഇടിച്ചു പൊളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത വികലാംഗരായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, ഇവരെല്ലാവരും അതിനകത്ത് മരിച്ചു കിടക്കാൻ അതിനകത്ത് എടുക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. അത്രയും പെട്ടെന്ന് ഓടിപ്പോകേണ്ടി വരും. ജീവനും കൊണ്ട് ഓടുന്ന ഇടയിൽ ആര് മരിച്ചെന്നോ അവരുടെ ഡെഡ് ബോഡി കുഴിച്ചിടണമെന്നോ ഒന്നും ആരും നോക്കാറില്ല. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇസ്രയേലിലെ ഈ പറഞ്ഞ ബന്ദികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അവരെ ഈ അവശിഷ്ടങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിലിന് യന്ത്രം, വലിയ വലിയ ബുൾഡോസർ അവിടെ കിട്ടിയിട്ടുണ്ട്. ആ ബുൾഡോസർ വെച്ചിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് നോക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു ഡെഡ് ബോഡീസൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുദ്ധത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം തന്നെ ആൾ മിസ്സായി കഴിഞ്ഞാൽ വീട്ടിലെ ആൾക്കാർ നമുക്ക് ഫോൺ വിളിച്ച് കിട്ടിയാലൊന്നും ഈ മരണത്തിൻ്റെ പട്ടികയിൽ അവർ വരുത്തുന്നില്ല. ഡെഡ് ബോഡി കിട്ടിയാൽ മാത്രമേ മരണത്തിൻ്റെ പട്ടിക ഉണ്ടാവുള്ളൂ. അതും യുദ്ധത്തിനകത്തുള്ള ഏതെങ്കിലും ബോംബോ വീണ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഈ മരുന്ന് കിട്ടാതെ മരിക്കുന്ന ആൾക്കാർ വേറെ ആയിരക്കണക്കിനുണ്ട്. ഉദാഹരണം, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരാഴ്ച മരുന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ മരിച്ചു കഴിഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞു. അതുപോലെ ഹൈപ്പർ ടെൻഷനുള്ള ആൾ, ഡയാലിസിസ് ഉള്ള ആൾ, ഇങ്ങനെ എത്ര പേരാണ് ഇങ്ങനെ മരിക്കുന്നത്. ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മരണങ്ങൾ, കുട്ടികൾ, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ വളരെ മലിനമായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന ന്യൂ ബോൺസ്, 1 മണിക്കൂറൊക്കെ ഈ പറഞ്ഞ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്യും. ഈ പറയുന്ന സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞിട്ട് അവർ ഈ പറയുന്ന ഈ സ്ഥലത്തല്ലേ കിടക്കുന്നത്. ആ കുട്ടികൾ അന്നൊക്കെ 50% ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ആ കുട്ടികളുടെ മരണമൊന്നും ഇതിനകത്ത് എത്തിയിട്ടേയില്ല, ഒരു സംഭവത്തില്ല. ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. ഡോക്ടർ അവിടെ പോയി ആശുപത്രിക്ക് സർജറി ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. വലിയൊരു ആരോപണം ഈ ആശുപത്രികൾക്കെതിരെ ഇസ്രായേൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്, ഈ ആശുപത്രിയുടെ താഴെയാണ് പലപ്പോഴും ഹമാസിൻ്റെ കൺട്രോൾ സെൻറ്റേഴ്സ് പ്രവർത്തിച്ചിരുന്നത്. ആ തരത്തിൽ ഹമാസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും താങ്കളുടെ ഈ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയോ? ഒപ്പം തന്നെ രണ്ടാമതൊരു പാർട്ടുള്ളത്, ഇപ്പോൾ 1ാം ഘട്ടം ഏതാണ്ട് തീരുകയാണ്. ഇനി 5 ബന്ദികളെ കൂടി വിട്ടുകൊടുക്കാനേ ഉള്ളൂ. പലസ്തീനി തടവുകാരെ തിരിച്ചു വിട്ടയക്കുന്നു. 1ാം ഘട്ടം പൂർത്തിയാവുകയാണ്. 2ാം ഘട്ടം വളരെ എന്താ പറയുക, വലിയ സങ്കീർണമാണ് എന്ന് എല്ലാവരും പറയുന്നു. കാരണം ഹമാസിനോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു. താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഹമാസ് ഒഴിഞ്ഞു പോകും, അവിടെ ഒരു അന്താരാഷ്ട്ര സേനയെ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് തുർക്കിയുടെ സേനയെ രാജ്യാന്തര സേനയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. പറ്റൂ എന്ന് ഇന്നും അമേരിക്ക പറഞ്ഞിരിക്കുന്നു. എന്ത് തോന്നുന്നു? ഇത് ഈ പറയുന്ന ഈ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ യുദ്ധത്തിനകത്ത് നമ്മുടെ ആശുപത്രിക്കകത്ത് ഈ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ പറയുന്ന ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാട് തന്നെയാണ്. ഈ കരാർ ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് എത്ര കാലം നിലനിൽക്കുന്നു തന്നെ എനിക്ക് വാസ്തവത്തിൽ വലിയ ഡൗട്ടുള്ളതാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഫ്ലിംസി റീസൺ കൊണ്ട്, നമുക്ക് ഇപ്പോഴും തന്നെ മനസ്സിലാവുന്ന ഫ്ലിംസി റീസൺസ് കൊണ്ടാണ് വാസ്തവത്തിൽ വീണ്ടും ബോംബിങ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ കരാറിനകത്ത് ഏറ്റവും പ്രസക്തമായി പറയേണ്ടതിനകത്ത് ഏറ്റവും അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇവരുടെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് പറയുന്ന UAE-യും സൗദി അറേബ്യയും ഇതിനകത്ത് ഒപ്പിട്ടേയില്ല. തുർക്കിയും ഖത്തറുമാണ് വാസ്തവത്തിൽ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്താരാഷ്ട്ര സേന ഉണ്ടാകുമ്പോൾ അതിനകത്ത് ആരൊക്കെ വേണമെന്നുള്ളത് ഇസ്രയേലിനാണെങ്കിൽ തുർക്കിയെ ഇഷ്ടമില്ലതാനും. അപ്പോൾ ഇതൊക്കെ 2ാമത്തെ ഘട്ടത്തിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നേരിട്ട് കാണാവുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു ധാരണ തീർച്ചയായിട്ടും ഇത്രയും ആയ സ്ഥിതിക്ക് ഈ പറഞ്ഞ വളരെ ഒരു ചെറിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന നിലവാരത്തിൽ 20 കിലോമീറ്ററിനകത്തേക്ക് ഇവരെ ചുരുക്കിയ സ്ഥിതിക്ക് അവരത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ്. അവർക്ക് ആ സ്ഥലം അവർ കരുതുന്നത്, ഇസ്രയേൽ കരുതുന്നത് അത് മുഴുവൻ അവരെ ഒഴിപ്പിച്ചുകൊണ്ട്, അവരെ നിഷ്കാസനം ചെയ്തുകൊണ്ട്, അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ സ്ഥലം എന്നേക്കുമായി എടുക്കുവാനും ആ ഒരു ശല്യം, ഈ പറഞ്ഞ ആൾക്കാരെ 21 ലക്ഷം ആൾക്കാരെ ശല്യമായിട്ടായിട്ട് കാണുന്നത്, അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്നാണ് കഴിയുന്നത്. ഈ ഹമാസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന യൂണിഫോം ഇട്ട ഈ പറഞ്ഞ സൈന്യമൊന്നുമല്ല. സാധാരണ മനുഷ്യന്മാർ. നമ്മൾ ഒരു പക്ഷേ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ CPM-കാരെ മുഴുവൻ കൊല്ലണമെന്ന് പറഞ്ഞാലോ, ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, BJP-കാരെ കൊല്ലണമെന്ന് നടക്കില്ല. കാരണം എല്ലാ വീട്ടിലും ആരെങ്കിലുമൊക്കെ കാണും. അപ്പം മൊത്തം ആൾക്കാരെയും കൊന്നു കഴിഞ്ഞാൽ മാത്രമേ വാസ്തവത്തിൽ അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. അത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ
നമ്മൾ ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഗസയിലെ കാര്യം പറഞ്ഞ് ഇത്രയും വേദനിക്കുമ്പോൾ നിങ്ങൾ എന്താ സുഡാനിലെ കാര്യം പറയാത്തത്? ഡോക്ടർ മിക്കവാറും അടുത്ത യാത്ര സുഡാനിലേക്ക് ഏതാണ്ട് ഉറപ്പുവരുത്തിയ സ്ഥിതിക്ക് അവിടുത്തെ ഏറ്റവും ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർക്ക് നല്ല വിവരം ഉണ്ടല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളിൽ രണ്ടുപേരും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന അൽ ഫഷർ എന്ന് പറയുന്ന സുഡാനിൽ ഇപ്പോൾ ഈ രൂക്ഷമായിട്ടുള്ള പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല. കാരണം അവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. ഈ പറയുന്ന ആർമി, ഈ പറയുന്ന RSF എന്ന് പറയുന്ന ഒരു വിഭാഗം, UAE സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം മാത്രമാണ് അവിടെ ഉള്ളത്. ആ നഗരത്തിനകത്ത്, അൽ ഫഷർ നഗരത്തിൽ മുഴുവൻ നമുക്ക് ഈ സാറ്റലൈറ്റിൻ്റെ ഈ പറയുന്ന സംഭവം കാണുമ്പോൾ മുഴുവൻ ഡെഡ് ബോഡീസ് ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതെല്ലാം ഒരുമിച്ച് വാരി കൂട്ടിയിട്ട് കത്തിക്കുന്ന രംഗമാണ് അവർ മോളിന്ന് ഈ പറയുന്ന അങ്ങനെ എടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ ഈ പലസ്തീനെക്കാട്ടിയും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധമാണ് വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് 69,000 പേര് വാസ്തവത്തിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടതെങ്കിൽ ഇവിടെ ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ 60,000 പേരാണ്. അതൊക്കെ ഈ പറഞ്ഞ ബ്രൂട്ടൽ, വളരെ ക്രൂരമായി ആൾക്കാരെ നേരിട്ട് നിരത്തി വെടിവെക്കുക, മാഷറ്റ്സ് കൊണ്ട് തലയ്ക്ക് വെട്ടുക, ഗർഭിണികളെയും സ്ത്രീകളെയും ആശുപത്രിയിൽ കയറി കൊല്ലുക, ഇങ്ങനെയുള്ള വളരെ പ്രാകൃതമായ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് വാസ്തവത്തിൽ അൽ ഫഷർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്തൊരു ഹ്യൂമാനിറ്റേറിയൻ ആക്ഷൻ പോലും ഇല്ല, UN പോലും എത്താൻ പറ്റുന്നില്ല. അടുത്ത ഈ പറയുന്ന ഒരു റെഫ്യൂജി ക്യാമ്പ് തന്നെ ഏകദേശം 400 കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങൾ പോകണമെങ്കിൽ പോലും ഈ 400 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ റെഫ്യൂജി ക്യാമ്പിലൊക്കെയാണ് ആദ്യമായി നമ്മൾ എത്താൻ സാധ്യതയുള്ളത്. ആ ഒരു പരിശ്രമത്തിലാണ് മിക്കവാറും ഈ പറഞ്ഞ എല്ലാ ഈ ഹ്യൂമാനിറ്റേറിയൻ ഈ പറഞ്ഞ ഈ മനുഷ്യകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ സംഘടനകളുടെയും പരിശ്രമം വാസ്തവത്തിൽ അൽ ഫഷറിൽ എത്താനില്ല. അതിന് അടുത്തുള്ള റെഫ്യൂജി ക്യാമ്പിലെങ്കിലും എത്തിയിട്ട് അവിടെ ഈ രക്ഷപ്പെട്ടു വന്ന ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ഇപ്പോൾ പ്രിലിമിനറി നടക്കുന്നത്. UN സേന വന്നിട്ട് അവിടെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ വാസ്തവത്തിൽ ട്രൈബൽ വാറാണ്. ട്രൈബൽ വാറിനകത്ത് 2 വശത്തായി നിൽക്കുന്ന ഈ പറഞ്ഞ വാസ്തവ UAE അതിനകത്ത് ഇടപെടുന്നത് സ്വർണത്തിന് വേണ്ടിയിട്ടാണ്. ഈ സൗദി അറേബ്യയും ഇപ്പുറത്ത് ഇടപെടുന്നതും സ്വർണത്തിനും ഓയിലിനും വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ നേരത്തെ ഇന്ത്യയിലൊക്കെ നമ്മുടെ ഈ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ വന്ന് പല സ്ഥലങ്ങളിലൊക്കെ പിടിച്ച് തമ്മിലടിക്കുന്ന അതേ രംഗമാണ് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ ഈ സുഡാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയോ കൊളോണിയലിസ്റ്റ് വ്യവസ്ഥിതിയെ അതിനകത്ത് അതിൻ്റെ പ്രൊപ്പറേറ്ററേറ്റ് ആയിട്ട് അതിൻ്റെ നടത്തിപ്പുകാരായിട്ട് അറബ് രാജ്യങ്ങൾ മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഡോക്ടർ SS സന്തോഷ് കുമാർ, എന്തായാലും ഗസയിലെ താങ്കളുടെ ഊഴം, അതായത് മരണം പലപ്പോഴും തുടൽ പൊട്ടിച്ച് പുറത്തു ചാടുന്ന രംഗങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഡോക്ടറുടെ അടുത്ത ഊഴം സുഡാനിലേക്ക് താങ്കൾ എന്തായാലും കെയർ എടുക്കുമെന്ന് കരുതുന്നു. ഓൾ ദ ബെസ്റ്റ്. ഈ ചെറിയ അഭിമുഖം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ, മോർണിംഗ് ഷോയിൽ ചേർന്നതിന് താങ്ക് യു.